ജിയോഗ്രഫിയിലെ ആ, വേൾഡ്, അതായത് ഗ്ലോബിൻ്റെ ഒരു പോർഷനാണ് ഭൂമിയുടെ കാര്യങ്ങൾ. രേഖാംശം, അക്ഷാംശം, ഭൂമധ്യരേഖ, അത് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ് ജിയോഗ്രഫിയിൽ. അതിനകത്ത് എല്ലാവർക്കും പാടുള്ളൊരു ഇതാണ് ഈ അക്ഷാംശം, രേഖാംശം എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു ഗ്ലോബ് എടുക്കുമ്പം ഗ്ലോബിനകത്ത് ഇങ്ങനെ കുറുകെ ക്രോസായിട്ടും വരകിടപ്പുണ്ട്, നേരെ നട്ടനെ വെർട്ടിക്കലായിട്ടും വരകിടപ്പുണ്ട്. അത് ഈ ക്രോസായിട്ട് ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന വരകളാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന വരകളാണ് രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോബിൽ ഈ അക്ഷാംശ രേഖയും രേഖാംശ രേഖയൊക്കെ വരുന്ന എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളൊരിപ്പോൾ ഒരു ലൊക്കേഷൻ, ഇപ്പോൾ ഗ്ലോബ് ഭൂമി ഇരുണ്ട് കിടക്കില്ലേ, അപ്പോൾ നമുക്കൊരു ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഈ രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും ഉപയോഗിച്ചാണ് അത് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരിപ്പം ആസ്ട്രേലിയ ഇവിടെ കിടക്കുന്നു, അപ്പോൾ ആസ്ട്രേലിയ ഇന്ന അക്ഷാംശ രേഖയ്ക്ക് ഇത്ര സമയം, ഇത്ര ഡിഗ്രി, ഇത്ര മറ്റേ രേഖാംശ രേഖയ്ക്ക് ഇത്ര ഡിഗ്രിക്ക് ഇടയ്ക്ക് കിടക്കുന്നു. അപ്പോൾ ഒരു അക്ഷാംശ രേഖയുടെ ഒരു കണക്കും വെച്ച് രേഖാംശ രേഖയുടെ കണക്കും വെച്ച് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോബിൽ ഒത്ത നടുക്കായിട്ട് ഹൊറിസോണ്ടലായിട്ട് പോകുന്നത്, അങ്ങനെ ഭൂമിയുടെ നോക്കുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കുറേ വരകൾ മേളിയും തൊട്ട് താഴെ വരെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നടുക്കായിട്ട് ഏറ്റവും വലിയ ഹൊറിസോണ്ടൽ വര, അതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗ്ലോബ് പഠിക്കുമ്പം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ദിക്കുകൾ. അതായത് ഗ്ലോബ്, അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ ഇന്ത്യയുടെ തല വരുന്ന ഭാഗം വടക്കാണ്. പിന്നെ നമ്മളിപ്പം നേരെ നോക്കുന്ന പൊസിഷനാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നമ്മുടെ ഫ്രണ്ട് വെച്ച്, ഭൂപടമോ ഗ്ലോബോ, അപ്പോൾ നമ്മുടെ തലയ്ക്ക് മേളിൽ വരുന്നതാണ് വടക്ക്. പിന്നെ ഏറ്റവും താഴെ നമ്മുടെ മേളത്തേന് തൊട്ട് താഴെ ഏറ്റവും താഴെ വരുന്നതാണ് സൗത്ത്. പിന്നെ വലത് ഭാഗത്ത് വരുന്ന ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വരുന്നത് വെസ്റ്റ്. അങ്ങനെയാണ് ദിക്ക് പറയുന്നത്. ഭൂമധ്യരേഖ ഗ്ലോബിനെ രണ്ട് ഭാഗമായിട്ട് മുറിക്കുകയാണെങ്കിൽ, അതായത് രണ്ട് അർദ്ധഗോളങ്ങൾ മേളിലും താഴെയും വരും. ആ ഭൂമധ്യരേഖ ഗ്ലോബിനെ, അതായത് ഭൂമിയെ രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ മേളിലുള്ളതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്, അതായത് വടക്ക് പൂർവാർദ്ധഗോളം. താഴെയുള്ള ആ ഭൂമിയുടെ ആ ഒരു പോർഷനാണ് തെക്ക് പൂർവാർദ്ധഗോളം, അല്ലെങ്കിൽ സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും, മനസ്സിലാക്കാൻ പാടുള്ള സംഭവം. അപ്പോൾ ഈ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന വരകളെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്, വെർട്ടിക്കലായിട്ട് പോകുന്ന രേഖാംശം എന്ന് പറയുന്നത്. ഇത് മലയാളമോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, എല്ലാം എല്ലായിടത്തും തിരിഞ്ഞു പോകും. നമ്മൾ ഒന്നീ മലയാളത്തിൽ അങ്ങ് പഠിക്കുക, ഹൊറിസോണ്ടലായിട്ട് പോകുന്ന അക്ഷാംശമൊന്നും വെർട്ടിക്കലായിട്ട് പോകുന്ന രേഖാംശമൊന്നും മലയാളത്തിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് വാക്കുണ്ട് അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക. ഏതാ എളുപ്പം വെച്ചാൽ അത് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അപ്പോൾ ഈ അക്ഷാംശത്തിലെ രേഖാംശത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും പിന്നെ ഈ ദിക്കുകളും വെച്ചിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ പൂർവാർദ്ധഗോളത്തിലാണോ, അല്ലെ വടക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ, സൗത്തേൺ ഹെമിസ്ഫിയറിലാണോ, ഇതൊക്കെ നമുക്ക് ആ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും പിന്നെ ഈ ദിക്കുകളും വെച്ച് കറക്റ്റ് ഒരു ലൊക്കേഷൻ എവിടെ നമുക്ക് എഴുതി വെച്ചാൽ മതി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കത് വായിച്ചിട്ട് ഗ്ലോബിൽ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാം. അതിനാണ് ഈ രേഖകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓക്കെ. ഇനി ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്, ഗ്രീനിച്ച് രേഖ എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഭൂമിക്ക് മധ്യത്തിലായിട്ട് കടന്നു പോകുന്ന ഭൂമധ്യരേഖ ഉണ്ടല്ലോ, ഭൂമധ്യരേഖ. അപ്പോൾ ആ ഭൂമധ്യരേഖയാണ് 0 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നത്. അതായത് അക്ഷാംശ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് ഹൊറിസോണ്ടലായിട്ട്, അത് ഭൂമിക്കല്ല ഗ്ലോബിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ലൈസിനാണ് അക്ഷാംശം എന്ന് പറയുന്നത്. അതിൽ ഈ ഏറ്റവും മേളിൽ വരുന്ന ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ വരച്ച് താഴെ വരെ പോകും. അപ്പോൾ മേളിലുള്ള വരയ്ക്ക് 1 ഡിഗ്രി ഉണ്ടാവും, താഴേക്ക് ഓരോ ഡിഗ്രി കൂടിയും കുറഞ്ഞും വരും. അപ്പോൾ ഈ നടുക്ക് വരുന്ന ആ ഭൂമധ്യരേഖയ്ക്ക് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഭൂമധ്യരേഖയ്ക്ക് 0 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നത് 0 ഡിഗ്രി ആ അക്ഷാംശ രേഖയ്ക്ക്. പിന്നെ അങ്ങോട്ട് മേളിലോട്ടും താഴോട്ടും പോകുന്ന ചെറിയ ചെറിയ വരകൾക്ക്, ഹൊറിസോണ്ടൽ വരകൾക്ക് ഓരോ ഡിഗ്രി ഉണ്ട്, ഇത്ര ഡിഗ്രി. അപ്പോൾ ഈ ഡിഗ്രി കാര്യം പറയുന്നതെല്ലാം നമുക്ക് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ 0 ഡിഗ്രി അക്ഷാംശമാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്ന പോലെയാണ് 0 ഡിഗ്രി രേഖാംശമുണ്ട്. അതായത് വെർട്ടിക്കലായിട്ട് ഭൂമിയുടെ നടുക്കൂടെ കടന്നു പോകുന്നത്, ഒത്തിരി രേഖകൾ കടന്നു പോകുന്നുണ്ട്. അത് ഭൂമധ്യരേഖയ്ക്ക് ക്രോസായിട്ട് നട്ടനെ കടന്നു പോകുന്ന ഏറ്റവും വലിയ രേഖ, അതിനാണ് 0 ഡിഗ്രി രേഖാംശം എന്ന് പറയുന്നത്. അതിനാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുമെങ്കിൽ അത്രയും മതി ഗ്ലോബിനെ കുറിച്ച് ബേസിക് മനസ്സിലാക്കാൻ. അടുത്തത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടുവാണ്. ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശ രേഖ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രി,
66.5 വടക്ക് അക്ഷാംശം. ആർട്ടിക് വൃത്തം 66 തെക്ക് അക്ഷാംശം, അന്റാർട്ടിക് വൃത്തം. അപ്പം നിങ്ങൾക്ക് മാപ്പിൽ കാണാവുന്നതാണ്. 23.5 വടക്ക് അക്ഷാംശം, അത് ഉത്തരായന രേഖയാണ്. 23.5 തെക്ക് അക്ഷാംശം, അത് ദക്ഷിണായന രേഖയാണ്. 0° രേഖാംശം അറിയപ്പെടുന്നത് മാനക രേഖാംശം എന്നാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8° വടക്കിനും 38° വടക്കിനും ഇടയിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ അക്ഷാംശം രേഖാംശം ഇതൊക്കെ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ദ ഗ്ലോബ്. അപ്പം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8° വടക്കിനും 38° വടക്കിനും ഇടയിൽ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68° കിഴക്കിനും 98° കിഴക്കിനും ഇടയിൽ. നമ്മൾ ഗ്ലോബ് പറഞ്ഞ് ഇനി കുറച്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള, അതായത് ഇന്ത്യയിലേക്ക് വരുന്നില്ല, പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് വരാം, ഇന്ത്യൻ ജിയോഗ്രഫിയിലേക്ക് വരാം. ഒരുപാട് ടേംസുകളുണ്ട്. അതിനകത്ത് നമ്മൾ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ലോക സമുദ്രങ്ങൾ, എത്ര ലോക സമുദ്രങ്ങളാണുള്ളത്? ഓഷൻസ് അപ്പം 5 എണ്ണമാണുള്ളത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. അപ്പോൾ നമുക്ക് ഈ 5 സമുദ്രങ്ങളുടെയും പേര് ഓർത്തിരിക്കാനുള്ള ഒരു കോഡുണ്ട്, ഒരു മെമ്മറി കോഡ്. അതായത് പാവം ആൻസ് ആർ അറ്റ് ഇന്ത്യ, പാവമായിട്ടുള്ള ആൻസ് ഉറുമ്പുകൾ ആർ ഇന്ത്യയിലാണെന്നുള്ളത്. അപ്പോൾ പാവം എന്നുള്ളതിനകത്ത് നമുക്ക് പസഫിക് എന്ന് കിട്ടും, PA. അങ്ങനെ ആൻസ് എന്നുള്ളതിനകത്ത് നിന്ന് ANT അന്റാർട്ടിക് സമുദ്രം എന്ന് കിട്ടും. AR ആർട്ടിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ പസഫിക് സമുദ്രം പറയണോ ആദ്യം? വളരെ കുറച്ച് ടേംസേ പറയുന്നുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച്. ഇനി നമ്മൾ മുഴുവൻ ക്ലാസ്സുകൾ എടുത്ത ശേഷം പിന്നീട് MCQ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പം പസഫിക് സമുദ്രത്തിനകത്ത് ഏറ്റവും വലിയ മഹാസമുദ്രം എന്ന ചോദ്യത്തിന് ഉത്തരം പസഫിക് സമുദ്രമാണ്. ഈ മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ലോക വിസ്തൃതിയുടെ 1/3 ഭാഗം പസഫിക് സമുദ്രമാണ്. ഇപ്പോൾ ഇതുമാണ് പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം. ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. പിന്നെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക്. വലുപ്പത്തിൽ 1ാം സ്ഥാനം പസഫിക്, 2ാം സ്ഥാനം അറ്റ്ലാന്റിക്, 3ാം സ്ഥാനമാണ് ഇന്ത്യൻ ഓഷന്. അപ്പോൾ ഇത് ഓർത്തിരിക്കണമെങ്കിൽ ഒരു കോഡുണ്ട്, പാട്ടി എന്ന് ഓർത്തിരുന്നത്. പാട്ടി ഒരു തമിഴ് വേർഡല്ലേ, പാട്ടി. P ഫോർ പസഫിക്, പാട്ടി മീൻസ് PATI. AT ഫോർ അറ്റ്ലാന്റിക് എന്ന് ഓർത്തിരിക്കാനാണ്, കാരണം ആർട്ടിക്കും ഒക്കെ ഉണ്ടല്ലോ, അപ്പം തെറ്റിപ്പോയിരിക്കാനായിട്ട്. പാട്ടി, AT ഫോർ അറ്റ്ലാന്റിക്, അവസാനം I ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഈ കോഡുകൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലർ ചോദിക്കാറുണ്ട്, ഈ കോഡുകളെല്ലാം കൂടെ ഓർത്തിരിക്കാൻ ഏത് കോഡാണ് ഉള്ളതെന്ന്. സത്യത്തിൽ ഇത് കോഡുകളിരുന്ന് കുത്തിയിരുന്ന് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഈ കോഡെന്ന് പറയുന്നത് പഠനം ഒന്ന് രസകരമാക്കാനും, പിന്നെ ചിലത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ പാട്ടി എന്നുള്ള കാര്യം നമ്മളത് പിന്നെ വായിച്ചില്ലെന്ന് വെച്ചോ, പിന്നെ നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നില്ല. പക്ഷേ പരീക്ഷകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ സമുദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ നിന്ന് സ്ട്രൈക്ക് ആവും പാട്ടിന്ന്. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ അതിനകത്ത് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഈ കോഡെല്ലാം കുത്തിരുന്ന് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉള്ളൊരു കോഡാണ് പാട്ടി. അങ്ങനെ നമുക്ക് ആദ്യത്തെ 1, 2, 3 സമുദ്രങ്ങൾ വലുപ്പത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ്. S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ്. ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിനകത്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, രത്നാകര, പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം, അത് ഇന്ത്യൻ ഓഷനാണ്. പിന്നെ അന്റാർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. അടുത്തത് ആർട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ സമുദ്രം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാകുന്നു. വലുത് നമ്മൾ പഠിച്ചു, ചെറിയ സമുദ്രം ആർട്ടിക്കാണ്. D ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് ഓഷൻ എന്ന് പറയുന്നത്. അടുത്തത് വൻകരകളാണ്. 7 വൻകരകളാണുള്ളത്. ഏറ്റവും വലിയ വൻകര ഏഷ്യ, ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇങ്ങനെയാണ് 7 വൻകരകൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളിപ്പോൾ ഒരു പരീക്ഷയുടെ കാര്യം പോട്ടെ, നമ്മളല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എത്ര വൻകരകൾ, എത്ര സമുദ്രങ്ങൾ. അതുകൊണ്ട് ആ ഒരു രീതിയിലും എക്സാം വൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 7 വൻകരകൾ
ഒരു വൻകരകളുടെ പേര് ഓർത്തിരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ കോഡ് 4A സൺ എന്ന് പറഞ്ഞൊരു കോഡ്. അത് 4A എന്ന് പറഞ്ഞാൽ 4A വരും. ഏഷ്യ വരും, ആഫ്രിക്ക വരും, അന്റാർട്ടിക്ക വരും, ഓസ്ട്രേലിയ വരും. സൺ 4S സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക. യൂറോപ്പ്. സത്യത്തിൽ യൂറോപ്പ് എന്ന് പറയുന്നത് എന്നല്ല, എൻ്റെ സ്പെല്ലിങ് വേറെ ആണെങ്കിലും തുടക്കത്തിൻ്റെ യു ആണെങ്കിലും നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ് തന്നെ അങ്ങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ U ഫോർ യൂറോപ്പ്, N ഫോർ നോർത്ത് അമേരിക്ക. ഓക്കെ. ഭൂമധ്യരേഖയും രാജ്യങ്ങളും എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞ കുറേ ലിസ്റ്റുണ്ട്. അത് 13 രാജ്യങ്ങളാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ, ഗാബോണ്, അങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. പിന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിൽ നിന്നാണ് ഉത്തരം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള തലസ്ഥാന നഗരം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വിറ്റോ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യം ബ്രസീൽ. ബ്രസീൽ ഒരു ഇമ്പോർട്ടൻ്റ് ടൈമാണ് ഈ ഭൂമധ്യരേഖയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടേംസുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുത്, ചെറുത്, അങ്ങനെ കുറേ ടേംസിൽ വരുന്നു. അതൊന്നും ഇപ്പം ഞാൻ എടുക്കുന്നു, ഇപ്പം ഈ വീഡിയോ പറയുന്നില്ല. പിന്നീട് എല്ലാം ഇന്ത്യൻ ജിയോഗ്രഫിയുടെ പോർഷൻസ് എല്ലാം പറഞ്ഞു തീർത്ത ശേഷം പിന്നീട് അത് MCQ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫി എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും വലുത്, ചെറുത് എന്ന് ഒരൊറ്റ പോർഷൻ തന്നെ ആയിക്കോട്ടെ, അതൊരു ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കയറിയെടുത്ത് നോക്കിക്കോളൂ, ചവറ് പോലെ ഇങ്ങനെ കിടക്കുക. ഇതെല്ലാം പഠിക്കാൻ നിന്നാൽ നമുക്ക് അത്രയും സമയവും ഇല്ല, അപ്പോൾ അത് സാധിക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ഇൻ്റലിജൻ്റായിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ആ ഒരു പോർഷൻ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുത്, ചെറുത്, അതിനകത്ത് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു ആംഗിളിൽ വേണം നമ്മൾ ആ ഒരു പോർഷനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അധികം സ്ട്രെയിൻ എടുക്കാതെ തന്നെ ആ ഒരു പോർഷൻ പഠിച്ചെടുക്കാൻ പറ്റുകയും നമ്മൾ പഠിച്ചെടുത്ത് തന്നെ എക്സാമിന് പോർഷൻ ചോദിക്കുകയും നമുക്ക് അതിനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപ പീഠഭൂമി അങ്ങനെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.